എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പോസ്റ്റ്മാനിൽ ബേസിക് ഒതന്റിക്കേഷൻ അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. റിയൽ ടൈമിൽ നമ്മൾ API ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ APIs എല്ലാം ഒരു ഒതന്റിക്കേഷൻ മെക്കാനിസവും ഇല്ലാതെ ആക്സസ് ചെയ്യാൻ സാധിക്കുകയില്ല. മോസ്റ്റ് ഓഫ് ദ കേസസ് എല്ലാ APIസിലും ഒരു ഒതന്റിക്കേഷൻ മെക്കാനിസം കാണും. അതൊരു ലോക്കലിൽ റൺ ചെയ്യുന്ന API ആണെങ്കിലും അല്ലാതെ ഉള്ള ലൈവ് APIs ആണെങ്കിൽ ഒതന്റിക്കേഷൻ മെക്കാനിസം ഡെവലപ്പർ ആ ഒരു പർട്ടിക്കുലർ API ഡെവലപ്പ് ചെയ്തപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കാണും. നമ്മൾ തേർഡ് പാർട്ടി APIs യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോക്യുമെന്റേഷൻ ആ API എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനകത്ത് ഒതന്റിക്കേഷൻ മെക്കാനിസത്തിനെ കുറിച്ചും ഡോക്യുമെന്റേഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പം റിയൽ ടൈമിൽ നമ്മൾ API ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ കേസിലും തന്നെ APIക്ക് ഒരു ഒതന്റിക്കേഷൻ മെക്കാനിസം കാണും. ആ ഒതന്റിക്കേഷൻ കഴിഞ്ഞ് മാത്രമേ നമുക്ക് APIയുടെ ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഒതന്റിക്കേഷൻ ഇല്ലാതെ നമ്മൾ API ടെസ്റ്റ് ചെയ്ത ഒരു റെക്കമെൻഡഡ് വേ അല്ല. കാരണം സെക്യൂരിറ്റി ഫ്ലോസ് ഒത്തിരി വരാം. അത് പിന്നീട് ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ആയിട്ട് മാറും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ലോക്കലിലാണെങ്കിൽ പോലും ഒരു API ബിൽഡ് ചെയ്യുമ്പോൾ ഒരു ഒതന്റിക്കേഷൻ മെക്കാനിസം APIs കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് പോസ്റ്റ്മാൻ ബേസിക് ഒതന്റിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. Basic authentication involves sending a verified username and password with your request. In the request authorization tab, select basic auth from the type drop-down list. ബേസിക് ഒതന്റിക്കേഷൻ്റെ കേസിൽ ഒരു വെരിഫൈഡ് യൂസർ നെയിമും പാസ്വേഡും റിക്വസ്റ്റിൻ്റെ എലോങ് നമ്മൾ പാസ് ചെയ്യണം. പോസ്റ്റ്മാനകത്ത് ഓതറൈസേഷൻ ഒരു ടാബ് ഉണ്ട്. ആ ടാബിനകത്ത് ടൈപ്പിൽ നിന്ന് ഒരു ഡ്രോപ്പ് ഡൗൺ ആയിരിക്കും. ആ ടൈപ്പിൽ നിന്ന് നമ്മളൊരു വാല്യൂ സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യേണ്ട വാല്യൂ ബേസിക് ഓത്ത് എന്നുള്ളതാണ്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. എൻ്റർ യുവർ API യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഇൻ ദ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഫീൽഡ്. ഫോർ എക്സ്ട്രാ സെക്യൂരിറ്റി സ്റ്റോർ ദീസ് ഇൻ വേരിയബിൾസ്. അതായത് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്ന APIയുടെ യൂസർ നെയിം പാസ്വേഡും നമുക്ക് ഓൾറെഡി നോൺ ആയിരിക്കും. അത് ഡോക്യുമെന്റേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യണം. യൂസർ നെയിം പാസ്വേഡ് എപ്പോഴും എൻ്റർ ചെയ്യുന്ന വേരിയബിൾസ് ആയിട്ട് ആയിരിക്കണം. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ സെക്യൂരിറ്റി ആണ് നമ്മൾ ആ APIസിന് ഓഫർ ചെയ്യുന്നത്. ഡയറക്റ്റ് ആ യൂസർ നെയിം പാസ്വേഡും എക്സ്പോസ് ചെയ്യാതെ വേരിയബിൾസ് ത്രൂ യൂസർ നെയിം പാസ്വേഡ് വാല്യൂ ആക്സസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്രോച്ച്. ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഇൻ ദ റിക്വസ്റ്റ് ഹെഡേഴ്സ് ദ ഓതറൈസേഷൻ ഹെഡർ പാസസ് ദ API as a base 64 encoded string representing your username password values appended to the text basic as follows. അതായത് റിക്വസ്റ്റ് ഹെഡറിലായിരിക്കും നമ്മൾ എൻ്റർ ചെയ്ത യൂസർ നെയിം പാസ്വേഡ് ഒരു ബേസ് 64 എൻകോഡ് സ്ട്രിംഗ് ആയിട്ട് പാസ് ചെയ്യും. ബേസിക് എന്നൊരു ടെക്സ്റ്റിന്റെ കൂടെ ആയിരിക്കും നമ്മൾ പാസ് ചെയ്ത യൂസർ നെയിം പാസ്വേഡും ബേസ് 64 എൻകോഡ് സ്ട്രിംഗ് ആയിട്ട് പാസ് ആകാൻ പോകുന്നു. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഞാൻ പോസ്റ്റ്മായി കാണിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്ന APIയുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് എൻഡ് പോയിന്റ്. HTTP മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഗെറ്റ് ആണ്. യൂസർ നെയിം പോസ്റ്റ്മാൻ എന്നുള്ളതും പാസ്വേഡ് എന്ന് തന്നെയാണ്. ഞാൻ ഓൾറെഡി പോസ്റ്റ്മാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ യൂട്യൂബ് എന്ന വർക്ക് സ്പേസിനകത്ത് ഓതറൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളൊരു റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആടെ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്തു. റിക്വസ്റ്റിന് പേര് ബേസിക് ഓത്ത് എന്ന് കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ എൻഡ് പോയിന്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുവാണ്. റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ എന്ത് റെസ്പോൺസ് വരും നോക്കാം. സെൻഡ് ബട്ടനെ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാം സ്റ്റാറ്റസ് 401 അൺഓതറൈസ്ഡ് എന്നുള്ളത് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അൺഓതറൈസ്ഡ് എന്നുള്ള റെസ്പോൺസ് വന്നിരിക്കുന്നത്. സെർവറിന് നമ്മൾ ആരാണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ യൂസർ നെയിമും പാസ്വേഡും പാസ് ആക്കിയെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ആവുള്ളൂ. അപ്പം നമ്മൾ ഈ ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ വായിച്ചു എവിടെയാണ് യൂസർ നെയിമും പാസ്വേഡും
സെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓതറൈസേഷൻ ടാബിനകത്ത് പോയി ബേസിക് ഓത്ത് എന്നുള്ള വാല്യൂ ആ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാം പാരാംസ് കഴിഞ്ഞ് ഓതറൈസേഷൻ എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. ഈ ടാബിൽ ടൈപ്പ് എന്ന ഡ്രോപ്പ് ഡൗണിനകത്ത് നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലിസ്റ്റ് ചെയ്തിരുന്ന ആ API ഓതറൈസേഷൻ മെത്തേഡ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ബേസിക് ഓത്ത് എന്നുള്ള വാല്യൂ കാണാം. അത് സെലക്ട് ചെയ്യും. ബേസിക് ഓത്ത് എന്ന വാല്യൂ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഈ യൂസർ നെയിമിന്റെ അകത്ത് യൂസർ നെയിം ആയ പോസ്റ്റ്മാനും പാസ്വേഡ് എന്ന ഫീൽഡിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പാസ്വേഡ് എന്ന വാല്യൂ പാസ് ചെയ്യണം. കാരണം ഈ APIയുടെ യൂസർ നെയിം പോസ്റ്റ്മാൻ എന്നും പാസ്വേഡിന്റെ വാല്യൂ പാസ്വേഡ് എന്ന് തന്നെയാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ പാസ് ചെയ്യണം. പക്ഷേ ഇവിടെ ഈ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഫോർ എക്സ്ട്രാ സെക്യൂരിറ്റി സ്റ്റോർ ദീസ് ഇൻ വേരിയബിൾസ്. അതായത് ഡയറക്റ്റ് ഇവിടെ തന്നെ യൂസർ നെയിമിന്റെ വാല്യൂം പാസ്വേഡ് വാല്യൂം കൊടുക്കാതെ ഒരു വേരിയബിളിനകത്ത് റെഫർ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. സെക്യൂരിറ്റി പർപ്പസസിന് അതായിരിക്കും ബെറ്റർ എന്നാണ് പോസ്റ്റ്മാൻ ഡോക്യുമെന്റേഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്. ആ ഡോക്യുമെന്റേഷന്റെ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് പോസ്റ്റ്മാൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ഈ യൂസർ നെയിമിന്റെ വാല്യൂം പാസ്വേഡ് വാല്യൂം വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്യാം. പല രീതിയിൽ നമുക്ക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കളക്ഷൻ വേരിയബിൾ, എൻവയൺമെന്റ് വേരിയബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ കേസിൽ കളക്ഷൻ വേരിയബിൾ ആയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഓതറൈസേഷന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു, വ്യൂ മോർ ആക്ഷൻസ് എന്നുള്ള ആ ഓപ്ഷനെ. അതിനുശേഷം എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വേരിയബിൾസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ ആഡ് എ ന്യൂ വേരിയബിൾ എന്ന സെക്ഷനകത്ത്, അതായത് വേരിയബിൾ കോളത്തിന്റെ അടിയിലായിട്ട് ആ ന്യൂ വേരിയബിൾ എന്ന ആ ടെക്സ്റ്റ് ബോക്സിന്റെ അകത്ത് ഒരു വേരിയബിൾ ആഡ് ചെയ്യാൻ പോവാണ്. യൂസർ നെയിം കറണ്ട് വാല്യൂ മാത്രമാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് വാല്യൂ ആയിട്ട് പോസ്റ്റ്മാൻ എന്നുള്ളത് കൊടുക്കുവാണ്. അതിനുശേഷം സെക്കൻഡ് വേരിയബിൾ ആയിട്ട് പാസ്വേഡ് എന്നുള്ളത് കൊടുക്കുന്നു. പാസ്വേഡിന്റെ വാല്യൂ പാസ്വേഡ് എന്ന് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഈ കളക്ഷൻ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഗെറ്റ് റിക്വസ്റ്റ് വന്നതിന് ശേഷം ഇവിടെ നമ്മൾ ആ വേരിയബിൾ റെഫർ ചെയ്യാൻ പോവാണ്. ഡബിൾ കേർലി ബ്രേസ് യൂസ് ചെയ്യുക. അപ്പോൾ തന്നെ സജഷൻ ആയിട്ട് വരും. സി എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് കളക്ഷൻ വേരിയബിൾ ആയതുകൊണ്ടാണ് യെല്ലോ കളറിൽ കാണിക്കുന്നത്. അത് നമ്മളിവിടെ റെഫർ ചെയ്ത് കൊടുത്തു. അതുപോലെ വീണ്ടും ഡബിൾ കേർലി ബ്രേസ് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് എന്നുള്ളത് റെഫർ ചെയ്യുക. ഇനി ഞാൻ ഈ യൂസർ നെയിമെ ഹോവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിന്റെ വാല്യൂ പോസ്റ്റ്മാൻ എന്നുള്ള കറണ്ട് വാല്യൂ വന്നിരിക്കുന്നത്. അതുപോലെ സ്കോപ്പ് കളക്ഷൻ എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ പാസ്വേഡിന്റെ കേസിലും അതേപോലെ പാസ്വേഡിന് എന്ത് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ സേവ് ചെയ്യുന്ന റിക്വസ്റ്റ്. ഇനി നമ്മൾ ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ പോവാണ്. യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാതെ റിക്വസ്റ്റ് സെൻഡ് ചെയ്തപ്പോൾ അൺഓതറൈസ്ഡ് എന്നുള്ളതാണ് വന്നത്. അതുപോലെ 401 സ്റ്റാറ്റസ് കോഡാണ് വന്നത്. ഇനി നമ്മൾ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. 200 ഓക്കെ എന്നുള്ള വരികയും ചെയ്തു. അതുപോലെ റെസ്പോൺസിൽ ഒതന്റിക്കേറ്റഡ് ട്രൂ എന്നുള്ള ഒരു റെസ്പോൺസ് വരികയും ചെയ്തു. അപ്പം ബേസിക് ഒതന്റിക്കേഷൻ കറക്റ്റായിട്ട് വർക്കായി. യൂസർ നെയിമും പാസ്വേഡും പാസ് ചെയ്തപ്പോൾ മാത്രമാണ് നമുക്ക് ഈ API ആക്സസ് ചെയ്യാൻ സാധിച്ചത്. ഇനി ഈ ഇൻട്രഡക്ഷന്റെ സമയത്ത് ഇങ്ങനൊരു പോയിന്റ് ഞാൻ വായിച്ചിരുന്നു. അതായത് നമ്മൾ പാസ് ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡ് ഹെഡറിന്റെ കൂടെ ഒരു base64 എൻകോഡഡ് സ്ട്രിംഗ് ആയിട്ടാണ് പാസ് ആകുന്നതെന്ന്. ബേസിക് എന്നൊരു ടെക്സ്റ്റിന്റെ കൂടെ ആയിരിക്കും അത് പോകുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഹെഡേഴ്സ് എന്നൊരു സെക്ഷൻ കാണാം ഓതറൈസേഷൻ ടാബിന്റെ ഇപ്പുറത്ത്. അവിടെ നിങ്ങൾക്ക് ഓതറൈസേഷൻ ഒരു കീ കാണാം. ആ കീക്കകത്ത് ബേസിക് എന്നൊരു ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം. ആ ടെക്സ്റ്റ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു വാല്യൂ കാണാം. ഇതിൽ base64 എൻകോഡഡ് സ്ട്രിംഗ് ആണ്. നമ്മൾ പാസ് ചെയ്ത യൂസർ നെയിം പാസ്വേഡും കൺവേർട്ട് ആയാണ് base64 ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പം ഹെഡറിന്റെ കൂടെയാണ് നമ്മൾ പാസ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും പോകുന്നത്. റിക്വസ്റ്റിന്റെ കൂടെ ഓതറൈസേഷൻ ടാബിൽ ആഡ് ചെയ്ത യൂസർ നെയിമിന്റെ വാല്യൂം പാസ്വേഡിന്റെ വാല്യൂം ഹെഡറിന്റെ കൂടെ ബേസിക് എന്ന ടെക്സ്റ്റിന്റെ കൂടെ ഒരു എൻകോഡഡ് base64 എൻകോഡഡ് സ്ട്രിംഗ് ആയിട്ട് പാസ് ആകും. ഇങ്ങനെയാണ് പോസ്റ്റ്മാനിൽ ബേസിക് ഒതന്റിക്കേഷൻ അച്ചീവ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.